innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyuzhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd fa inna khayral hadith kitabullah wa khayral hadi hadi Muhammadin Mustafa sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin finnar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhan nasu ittaqu rabbakumul ladzi khalaqakum min nafsin wahida wa khalaqa minha zawjaha wa batha minhuma rijalan kathiran wa nisaa wattaqullaha alladzi tasaaluna bihi wal arham innallaha kana alaykum raqiba. Bismillahir rahmanir rahim. Ya ayyuhalladzina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nas ഉസീക്കും വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗം നിഷിദ്ധമായ ആളുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത് പരലോകത്ത് വിജയമുണ്ടാകാനും സ്വർഗം ലഭിക്കാനുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു യാത്ര പോലെയാണ്. നമ്മൾ സഞ്ചരിക്കുന്നത് പരലോക വിജയമുണ്ടാകാനും സ്വർഗം ലഭിക്കാനുമാണ്. അങ്ങനെ ഏതാനും വർഷങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് മാത്രം. എന്നാൽ നമ്മുടെ ഈ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സ്വർഗവും അതേപോലെ തന്നെ നരകവും തീരുമാനിക്കപ്പെടുന്നത്. നല്ല രൂപത്തിൽ സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവന് പരലോകത്ത് വിജയമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ, ചില പ്രവർത്തികൾ സ്വർഗം നഷ്ടമാകാൻ കാരണമാകും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
അത്തരം തിന്മകൾ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗം നമുക്ക് നഷ്ടമാകും. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. പാപങ്ങളിൽ ഏറ്റവും ഭീമമായത്, അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത, റബ്ബിന് കോപമുണ്ടാക്കുന്ന, നമുക്ക് സ്വർഗം നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുമുന്നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാകും, പിന്നെ അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ റബ്ബിൽ നമ്മൾ ഒരിക്കലും പങ്കു ചേർക്കരുത്. തൗഹീദിന് ഘടകവിരുദ്ധമായി ശിർക്കിന്റെ ആശയങ്ങൾ നമ്മുടെ ആദർശത്തിൽ പാളിച്ചയുണ്ടായാൽ, നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, അതുവരെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. അതേപോലെ തന്നെ സ്വർഗം നഷ്ടമാവുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ഒരു പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ വല്ല തിന്മയും സംഭവിച്ചാൽ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് സംഭവിച്ചാൽ റബ്ബ് അയാൾക്ക് ഒരിക്കലും അയാളോട് പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശിർക്ക് എന്ന മഹാപാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന്, അത് നമ്മുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. രണ്ടാമത്തെ കാര്യം, നിഷിദ്ധമായത് നമ്മുടെ സമ്പത്തിൽ കലരുക, നിഷിദ്ധമായ രൂപത്തിൽ, ഹറാമായ രൂപത്തിൽ ഒരാള് ജീവിക്കുക എന്നുള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ഹറാമായത്, മറ്റുള്ളവരുടെ പൈസ, അത് അനുവദനീയമല്ലാത്ത രൂപത്തിൽ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കലർന്ന് ആ രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, ആ രൂപത്തിൽ നമ്മൾ വസ്ത്രം വാങ്ങിയാൽ, ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, അങ്ങനെ അവന്റെ പ്രാർത്ഥനയെയും അവന്റെ കർമ്മങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന്. മാത്രവുമല്ല, ഹറാമായ മാർഗത്തിൽ ഒരാൾ ജീവിച്ചാൽ അവന്റെ സങ്കേതം നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ യദ്ഖുലുൽ ജന്നത ജസദുൻ ഉദിയ ബിൽ ഹറാമി. ഹറാമിലൂടെ ജീവിക്കുന്ന ശരീരങ്ങൾ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. നാം സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഹറാമായത്, അനുവദനീയമല്ലാത്തത്, മറ്റൊരാളുടേത് കലർന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടായാൽ, നിഷിദ്ധമായ മാർഗത്തിലൂടെ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് സ്വർഗം നഷ്ടമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമത്തെ കാര്യം അഹങ്കാരമാണ്. നമ്മളൊരു ഖുതുബയിലൂടെ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ഒരു കടുകുമണിയോളം, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആളുകളെ നിസ്സാരമാക്കിക്കാണ്, ആളുകളെ ചെറുതാക്കിക്കാണ്, സത്യത്തെ നിഷേധിക്കുക. അല്ലാഹു നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളിൽ, അനുഗ്രഹങ്ങളിൽ, സ്ഥാനമാനങ്ങളിൽ, പദവികളിൽ, സമ്പത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ, പ്രവർത്തികളിൽ അഹങ്കാരത്തിന്റെ ഒരു പരാമർശം പോലും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോ ദുനിയാവ് തന്നെ അള്ളാഹു ഒരു പരീക്ഷണം പോലെ നമ്മുടെ അഹങ്കാരത്തിന് ശിക്ഷകളായി നൽകുമെന്നുള്ളത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം.
റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ കൂടുതൽ കൂടുതൽ വിനയമുള്ള ആളുകളായിട്ട് മാറണം. ദുസ്വഭാവങ്ങളുടെ കൂട്ടത്തിലാണ് അഹങ്കാരത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹങ്കാരത്തോടെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം നമുക്ക് നഷ്ടമാകുമെന്ന്. അതേപോലെ തന്നെ മറ്റൊരു പാപമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, സ്വർഗം നമുക്ക് നഷ്ടമാക്കി തരുന്ന വലിയൊരു പാപമാണ് ഏഷണി എന്നുള്ളത്. രണ്ടു വ്യക്തികൾക്കിടയിൽ വൈരാഗ്യമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കും. ആളുകൾക്കിടയിൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സംസാരങ്ങളും പ്രവർത്തികളും നടത്തും. അതിനാണ് ഏഷണി എന്ന് പറയുന്നത്. നമ്മളൊക്കെ നിസ്സാരായിട്ട് കാണുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ ഹദീസുകളിലൂടെ സ്വഹാബത്തിനെ പഠിപ്പിച്ച ഒരു കാര്യം, ആളുകൾക്കിടയിൽ പല രൂപത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാൻ, വിഭാഗീയത ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ഏഷണി കൊണ്ടുവന്നാണ്. അത് ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാബുൻ. ഏഷണി പറയുന്നവൻ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ സ്വഹാബത്തൊക്കെ ഉണ്ട് കൂടെ. പ്രവാചകർ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. ഈ രണ്ട് ഖബറിന്റെ അടിയിലുള്ള അഥവാ ഖബറാളികളായ രണ്ട് ആളുകൾ, അവർ ഇപ്പോൾ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ പാപങ്ങൾ ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ചെറിയ കാര്യങ്ങളുടെ പേരിൽ അവർ ഖബറിൽ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അവർ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് മലമൂത്ര വിസർജനം നടത്തിയാൽ ശരിയായ രൂപത്തിൽ വൃത്തിയാക്കുകയില്ല, അത് നജസാണ്, അതുകൊണ്ട് അവൻ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊരാള് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ഏഷണിയായിട്ട് നടക്കും, അവൻ അത് തമാശ രൂപേണയാണ് ചെയ്തിരുന്നത്, വെറുതെ തമാശ. അങ്ങനെ ഏഷണി പറഞ്ഞതിന്റെ പേരിൽ, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയതിന്റെ പേരിൽ ഇപ്പോൾ അവൻ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ നിസ്സാരായിട്ട് കാണുന്ന ഒരു പ്രവൃത്തിയാണ്. ഏഷണി കൊണ്ട് നടക്കുന്ന ആളുകള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. ആ ഒരു ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പിന്നെ ഒരു കാര്യം പ്രവാചകർ പഠിപ്പിച്ചത്, കഠിന ഹൃദയരായ ആളുകൾ. എല്ലാ കാര്യങ്ങളിലും ദുസ്വഭാവത്തോടെ ചില ആളുകളെ പറ്റി നമ്മൾ പറയും, വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. ആ ആളുകളിലേക്ക് നമുക്ക് അടുക്കാൻ വരെ പറ്റൂല. അങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവർ ഒരു നെഗറ്റീവായ രൂപത്തിലായിരിക്കും അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി, സ്വർഗത്തിലേക്ക് ആളുകളെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തി സൽസ്വഭാവമാണ്. നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. എന്നാൽ ഒരാളെ ആളുകളിൽ നിന്ന് അകറ്റുന്നത്, ഒരാളെ ഒറ്റപ്പെടുത്തുന്നത്, കുടുംബക്കാരൊക്കെ എതിരാകുന്നത് ദുസ്വഭാവമാണ് എന്നാണ്. കഠിന ഹൃദയരായിട്ട് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ആളുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കാനും പെരുമാറാനും, എല്ലാ കാര്യങ്ങളെയും എല്ലാ നന്മകളെയും പോസിറ്റീവായ രൂപത്തിൽ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ്, ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. സൽസ്വഭാവമാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയത്. ദുസ്വഭാവത്തിന്റെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും പ്രവാചകർ നമ്മെ ഉപദേശിക്കുകയുണ്ടായി. മറ്റൊരു പാപമാണ്, സ്വർഗം നഷ്ടമാക്കി തരുന്ന പാപം, അയൽവാസികളെ ഉപദ്രവിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അയൽവാസിക്ക് ഒരു കാര്യത്തിലും നമ്മുടെ പക്കൽ നിന്ന്, നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിലും, അതിർത്തിയുടെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ വീട്ടിലെ
വേസ്റ്റിന്റെ വിഷയത്തിലാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു മരം, അതിന്റെ ഒരു കൊമ്പ് നമ്മുടെ അയൽവാസിക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുറിച്ചു കളയണമെന്നാണ്. ഒരു കാര്യത്തിലും നമ്മുടെ അയൽവാസിയെ പ്രയാസപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളെ പറ്റിയിട്ട് ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പ്രവാചകരെ ഉപദേശിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, എന്റെ അനന്തരാവകാശം അത് അയൽവാസിക്ക് വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയിന്ന. അത്രക്ക് വലിയ ബാധ്യതകൾ, കടപ്പാടുകൾ നമുക്ക് അയൽവാസികളോടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വന്തം അയൽവാസി പ്രയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ അവൻ വിശ്വാസിയല്ല എന്നാണ്, അവൻ മുഅ്മിനല്ല എന്നുവരെ ഹദീസുകളിൽ പരാമർശമുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ, ഭക്ഷണ വിഭവങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും അയൽവാസികളെ നിങ്ങൾ പരിഗണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അയൽവാസിയെ ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാരായ ആളുകൾ പറയുകയാണ്, അയൽവാസി മുസ്ലിം ആയതിന്റെ പേരിൽ സലഫ് സ്വാലികളായ ആളുകൾ അവരുടെ സ്ഥലങ്ങൾക്ക് വില കൂട്ടി പറയാറുണ്ടെന്ന്. കാരണം അവന്റെ അയൽവാസി മുസ്ലിമാണ്, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, എല്ലാ കാര്യങ്ങൾക്കും അവന് പ്രതീക്ഷ അവന്റെ അയൽവാസികളിലാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ ആലോചിച്ചു, ഒരു കാര്യത്തിലും നമ്മുടെ അയൽവാസികളെ നമ്മൾ പരിഗണിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅമന ജാറഹു ബിവാഇഖഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയൻ, ആരുടെ ഉപദ്രവത്തിൽ നിന്നാണോ തന്റെ അയൽവാസി രക്ഷപ്പെടുന്നത്, അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അത്രത്തോളം ഹദീസുകളിൽ പരാമർശങ്ങളുണ്ട്. നമ്മുടെ അയൽവാസി, നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുക നമ്മുടെ അയൽവാസികളായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിഷയങ്ങളിൽ വളരെ കണിശതയോടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നമ്മുടെ സ്വർഗം നഷ്ടമാകുന്ന പ്രവർത്തികളുടെ കൂട്ടത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറയാത്ത സ്ത്രീകൾ, ചില സ്ത്രീകൾ, നമ്മളൊക്കെ അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നവരാണ്, വളരെ മോശപ്പെട്ട രൂപത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ട്. കല്യാണ വീടുകളിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ വേഷവിധാനങ്ങളിൽ മാന്യതയോടുകൂടി മുൻകൈയും മുഖവും ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അന്യരിൽ നിന്നും അറിഞ്ഞിരിക്കും. നഗ്നത പ്രദർശിപ്പിച്ചിട്ട് വസ്ത്രം ധരിച്ചിട്ടും നഗ്നതയോടുകൂടി നടക്കുന്ന സ്ത്രീകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. നമ്മൾ അതിനെ എങ്ങനെ ന്യായീകരിച്ചാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത വലാ യജ്ദിന റീഹ. അവർ സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കുകയില്ല എന്ന്. അല്പം വസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകൾ അവർ അല്ലാഹുവിന്റെ കോപത്തിന്, ലഅനത്തിന് ഇരയായവരാണ്. അങ്ങനെ പാടില്ല ഒരു വിശ്വാസിനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. മദ്യപാനികളായ ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ലഹരി വസ്തുക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വലിയ വിപത്താണ് ലഹരി എന്നുള്ളത്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ചുണ്ടിനടിയിൽ വെക്കുന്നതായാലും സിഗരറ്റ് ആയാലും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ ഹൃദയത്തിന് ബ്ലോക്കും അതേപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കേടുവരുത്തുന്നതുമാണ്. അതാണ് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു. ഈ പ്രവർത്തികളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ആശിക്കുന്ന പരലോകത്ത് വിജയമുണ്ടാകണം, സ്വർഗം ലഭിക്കണം എന്നതിന് എതിരാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അത്തരം സംഭവിക്കാതിരിക്കാൻ നമ്മെ ഏവരെയും അള്ളാഹു സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗം നഷ്ടമാക്കി തരുന്ന ചില പാപങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നമ്മളൊക്കെ ദുൽഹിജ്ജ മാസത്തിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇബാദത്താണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. വളരെ വലിയ സൗകര്യങ്ങൾ ഒരുക്കി ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഹാജിമാരെ സ്വീകരിക്കാൻ സൗദി ഭരണകൂടമൊക്കെ വളരെ വലിയ സൗകര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി, യാത്രക്കൊക്കെ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഹജ്ജ് ക്ലാസുകളിലും ഹജ്ജിന്റെ രൂപങ്ങൾ വിശദീകരിക്കുന്ന പഠന സെഷനുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയം കൂടിയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരുങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മം കൂടിയാണ് ബലികർമ്മം, ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ മാസത്തിൽ അവർ ചെയ്യുന്ന ആരാധനകളിൽ വളരെ ശ്രേഷ്ഠമായതാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. അതിനുവേണ്ടി ബലിയർക്കുന്ന ഉരുകളെയൊക്കെ ഒരുക്കേണ്ട, അതിന് സംഘം ചേർന്നുകൊണ്ട് പങ്കാളികളായി ബലിയർക്കാനുള്ള ഉരുവിനെ വാങ്ങേണ്ട ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലന. ഒരാൾക്ക് ബലികർമ്മം അറക്കാൻ അഥവാ ഉളുഹിയ്യത്ത് നടത്താൻ അയാൾക്ക് സാമ്പത്തികപരമായ ശേഷിയുണ്ട്, എന്നിട്ട് അയാൾ അത് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ അവൻ ദുൽഹിജ്ജ മാസത്തിൽ പെരുന്നാളിന് ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ്. നമ്മൾക്ക് ഉളുഹിയ്യത്ത് അറക്കാൻ ഒരു ഷെയർ കൂടാനോ അല്ലെങ്കിൽ ഒരു ഉരുവിനെ പൂർണ്ണമായിട്ട് അറക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, അതിന് സാമ്പത്തികപരമായിട്ട് നമുക്ക് ശേഷിയുണ്ട് എങ്കിൽ നിർബന്ധമായും നമ്മൾ അത് ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ അവൻ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ഉളുഹിയ്യത്ത് അറക്കാൻ നമുക്ക് ശേഷിപ്പ് നൽകുന്നതാണ് എങ്കിൽ, നമുക്ക് ബാധ്യതകളില്ല എങ്കിൽ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം? ഉളുഹിയ്യത്തിൽ ഒരു ഷെയർ കൂടുകയോ അല്ലെങ്കിൽ ഒരു ഉരുവിനെ പൂർണ്ണമായിട്ട് അറക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മുടെ മുസ്ലിമായ നമ്മുടെ മേലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. കഴിവുള്ള ആളുകൾ, ഉളുഹിയ്യത്തിന് കഴിവുള്ള ആളുകൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കൽ അവൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ് ഉളുഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. അത് സംഘടിതമായി അതിനൊക്കെ ഒരു കമ്മിറ്റിയുടെ രൂപമുണ്ടാക്കി അതിൽ 7 ആൾക്ക് വരെ ഒരു ഉരുവിൽ പങ്കാളിയാകാമെന്നാണ്. കഴിയുന്ന രൂപത്തിൽ അങ്ങനെ ഷെയർ നൽകിക്കൊണ്ടോ ഒരു ഉരുവിനെ പൂർണ്ണമായിട്ട് അറക്കാൻ കഴിയുന്ന ആളുകൾ ആ രൂപത്തിലോ ചെയ്യുക. അതൊരു വളരെ വലിയ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ്
എന്നൊരു ചിന്തയോടുകൂടി ഇപ്പോൾ തന്നെ അതിന് നിയ്യത്ത് കരുതണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്നെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നതാ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والمؤمنين والمؤمنات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.